ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് നമ്മൾ ഇന്ന് ഔലി മിൽക്ക് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് കിടന്നാലോ. ഗൈസ് ആദ്യം തന്നെ പഴവും പിന്നെ ഔലി മിൽക്കിന്റെ ഉള്ള സാധനങ്ങളും നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട്. ഗൈസ് നമ്മൾ കവർ എടുത്ത് തുറന്നു നോക്കിയപ്പോൾ നമുക്ക് ബദാം ഡ്രിങ്ക് കാണാൻ പറ്റി. അപ്പോൾ ഇത് നമ്മൾ അതിലോട്ട് ഇടുമ്പോൾ അടിപൊളി കാരണം. അപ്പോൾ നമ്മൾ കവറിലുള്ള എല്ലാ സാധനങ്ങളും പുറത്തേക്ക് എടുക്കട്ടോ ഗൈസ്. ഗൈസ് നമ്മൾ ഇത്ര സാധനമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ അതിലുള്ള കാര്യങ്ങളും പിന്നെ പഴവും നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മൾ ഇതിൻ്റെ തൊലി അങ്ങോട്ട് കീച്ചി കൊടുക്കുക കേട്ടോ. എല്ലാതിൻ്റെയും തൊലി അങ്ങോട്ട് കീച്ചി കൊടുക്കണേ. നമ്മൾ ഇന്ന് അടിപൊളി ഔലി മിൽക്ക് ഉണ്ടാക്കാൻ പോകണം. ഇപ്പൊ നമ്മൾ പഴത്തിന്റെ തൊലിയൊക്കെ കീച്ചി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊക്കെ കട്ട് ചെയ്യട്ടോ. ഓരോ കഷ്ണങ്ങൾ ഇങ്ങനെ മുറിച്ച് കൊടുക്കുക നമ്മൾ പഴം. എന്നാലേ ഗൈസ് നമുക്ക് മിക്സിന്റെ ചാർക്ക് അതുപോലെ ഇങ്ങോട്ട് ഇടാൻ പറ്റുള്ളൂ. അതേ ഗൈസ് ഇനി നമ്മൾ മിക്സിയിലോട്ട് പഴം ഇങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടോ. നമ്മൾ ആവശ്യത്തിന് പഴം ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി കാശ് നമ്മൾ മിൽമാപ്പാല അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കട്ടോ. നമ്മൾ കേരള കണി കണ്ട് ഉണരുന്ന മിൽമാപ്പാല അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഇനി ആവശ്യത്തെ ചേർത്താൽ മതി കേട്ടോ. ബാക്കി നമുക്ക് അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് ലേശം വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കട്ടെ ഗൈസ്. ഇനി നമ്മൾ മിക്സ് അങ്ങോട്ട് ഓണാക്കാൻ പോവാണ്. ഈ സത്യം പറഞ്ഞാൽ മൂഞ്ചിയിട്ടുണ്ട്. ആകെ മൂഞ്ചിതാ. ഇതാണ് അവസ്ഥ. വെള്ളം പാരാത്തിൻ്റെ കുഴപ്പമാണ്. നമുക്ക് സെറ്റാക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ വെള്ളമൊക്കെ പാർന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അടിച്ചു നോക്കാം. അതിനുള്ളത് കാണുമ്പോൾ ഗൈസ് വല്ല ചുരുളിക്കാറ്റുണ്ടാവുന്ന ഭാര്യയാണ്. അടിപൊളിയാണ്. അപ്പം അത് മുഖത്തേക്ക് പൊന്തി കഴിഞ്ഞാൽ വലിയ രസമൊന്നും ഉണ്ടാവില്ല. നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇപ്പം ഗൈസ് നമ്മളിത് തുറന്നുകാണ്ട് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുക്കണം. ഗൈസ് നമ്മൾ ഈ കാണുന്ന പാത്രത്തിലോട്ട് നമ്മൾ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കട്ടോ. എന്താ കട്ടിയുള്ള സാധനം കേട്ടോ ഗൈസ്. നമ്മൾ ഇതിലോട്ട് വെള്ളവും പാലും അങ്ങോട്ട് ഒഴിച്ച് കൊടുത്ത് നമ്മളെ ഔലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് അടിപൊളിയാവും കേട്ടോ ഗൈസ്. ഗൈസ് ഇനി നമ്മൾ ഇതിലോട്ട് പാലങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാൻ പോവാം കേട്ടോ. നമ്മൾ കുറച്ച് പാല ഒഴിച്ച് കൊടുക്കണം ഇപ്പോൾ. ഇനി നമ്മൾ അതിലോട്ട് ഔലിൻ്റെ പൊരി അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പോവാം കേട്ടോ. നമ്മൾ അത് ആവശ്യത്തിന് അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് വേണമെങ്കിൽ അതിലോട്ട് അങ്ങോട്ട് ആഡ് ചെയ്യാവുന്നത്. നമ്മൾ അതിലോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ അതുപോലെ കടലയും നമ്മൾ അതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കണേ. ഇതിൻ്റെ പേരൊന്നും അറിയില്ല. എന്നാലും നമ്മളിത് ഇതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കണേ. ഗൈസ് നോമ്പായതുകൊണ്ട് തിന്നാൻ പറ്റാത്തതുകൊണ്ട് വലിയ എടുക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഗൈസ് നമ്മൾ വെള്ളം ഒഴിച്ചാതെ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് നമ്മൾ അതിലോട്ട് ബദാം ഡ്രിങ്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾ അരിപ്പൊടിൻ്റെ മാതിരിയാണ്. കണ്ടോ അരിപ്പൊടിൻ്റെ മാതിരിയാണ് സംഭവം. അരിപ്പൊടിയാണെന്നാണ് ഞാൻ ഫസ്റ്റ് കരുതിയത്. പക്ഷേ ബദാം ഡ്രിങ്ക് കേട്ടോ ഗൈസ്. ഗൈസ് ഇപ്പോൾ വെള്ളമൊക്കെ പാർന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ല കട്ടിയാവണം ഗൈസ്. നല്ല ഇളക്കി കൊടുത്ത് നമ്മൾ അതിൽ ഇട്ട സാധനങ്ങളൊക്കെ ഒന്ന് പൊടിക്കണം കേട്ടോ ഗൈസ്. ഇപ്പം എല്ലാതും അങ്ങോട്ട് പൊടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് പഞ്ചസാര അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ പഞ്ചസാരയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ സെറ്റായിട്ടോ ഗൈസ്. ഇങ്ങനത്തെ സ്പൂണിൽ ഇടുമ്പോഴത്തേന് നേരം വെക്കൂട്ടോ. ഓരോ സ്പൂൺ ഇങ്ങനെ ഇടുമ്പോഴത്തേന് നേരം വെക്കും ഗൈസ്. ആകെ അതിന് നല്ല നമ്മൾ ആവശ്യത്തിനാണ് ചെരിഞ്ഞു കൊടുത്താൽ അതായിട്ടോ ഗൈസ്. നിങ്ങൾ പഞ്ചസാര അലിയണ് കണ്ടിട്ടില്ലല്ലോ. എത്ര എളുപ്പമുണ്ടാ ഗൈസ് പഞ്ചസാര അലിയണെന്ന് കണ്ടോ ഗൈസ്. അടിപൊളിയല്ലേ. ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കുത്തി പൊട്ടിച്ചാൽ എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. അപ്പോൾ ബൈ.